ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഭയങ്കര വൈറലായി. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു വീട് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു രൂപം ഞാൻ പറയാം. സുരേഷ് ഗോപി, ദേവൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇരിക്കുകയാണ്, ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. അപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ കടന്നു ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു അപേക്ഷയുണ്ട്. അപ്പോൾ അദ്ദേഹം, അതായത് സുരേഷ് ഗോപി ഇത് റിജക്റ്റ് ചെയ്യാണ്. ഈ വൃദ്ധൻ തിരിച്ചു പോരുകയാണ്. ഈ തിരിച്ചു പോകുന്ന ഉടനെ തന്നെ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് CPM ഇടപെട്ട്, അല്ല CPM ഇടപെടുന്നതിന് മുന്നേ ഇത് വലിയ വിവാദമായി. ഇത് കാരണം സുരേഷ് ഗോപി ഇത് പോലും ചെയ്യാണ്ട് തിരിച്ചു വിട്ടു. അത് സ്വാഭാവികമായി അത് വിവാദമായി. സുരേഷ് ഗോപി ചെയ്തത് കൊണ്ടാണ്. അതെ അതെ. അപ്പോൾ അതിനുശേഷം CPM ഇടപെടുകയാണ്. സുരേഷ് ഗോപി റിജക്ട് ചെയ്തത് കൊണ്ടാണ് CPM ഇതിൽ ഇടപെട്ടത്. CPM ഇടപെട്ട് പിന്നീട് ഇദ്ദേഹത്തിന് പിരിച്ച്, അത് ഫണ്ട് പിരിച്ച് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു നീക്കമൊക്കെ നടക്കുകയാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായി. പിന്നീട് ഇത് പത്രവാർത്തയാകുന്നു. എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ കാണാൻ പോയി, തൊഴുത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ കാണാൻ പോയത്, അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പലതരത്തിലാണ് വാർത്തയൊക്കെ പടച്ചുവിട്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സുരേഷ് ഗോപി ഇത്തരത്തിൽ തൻ്റെ ഒരു അപേക്ഷയുമായി, തൻ്റെ ദയനീയാവസ്ഥ ബോധിപ്പിക്കാനായിട്ട് ഒരു അപേക്ഷയുമായി വന്ന ഒരു വൃദ്ധനായ മനുഷ്യനെ അത് സ്വീകരിക്കാതെ റിജക്റ്റ് ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ സർക്കാർ സംവിധാനം ഉണ്ടല്ലോ, സർക്കാർ സംവിധാനങ്ങളാണ് ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്കൊക്കെ വീട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. അതെ, ലൈഫ് മിഷൻ പദ്ധതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പദ്ധതികൾ ഉണ്ടായിരിക്കെ CPM എന്തിനാണ് ഈ പിരിച്ചിട്ട് വീട് വെച്ചു കൊടുക്കാൻ? പാർട്ടി ഇടപെട്ട് വീട് വെച്ചു കൊടുക്കേണ്ട ആവശ്യം ഇതില്ല. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ പരാതിയുമായിട്ട് വന്നിരിക്കുന്ന ആളും സുരേഷ് ഗോപിയും തമ്മിൽ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല വീഡിയോയിൽ നിന്നും. അപ്പോൾ സുരേഷ് ഗോപി ആദ്യം ഈ കത്ത് സ്വീകരിക്കുന്നുണ്ട്, നമുക്ക് ആ വീഡിയോ നോക്കി മനസ്സിലാവും. അതിനുശേഷം അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്, അതായത് എന്നിട്ട് ഇതൊരു MP യുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിവേദനം തിരികെ കൊടുക്കുന്ന, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം തന്നെ, അദ്ദേഹം ഒരു മാടമ്പിയെ പോലെ പെരുമാറുന്നു. അങ്ങനെ മുമ്പ് പല അവസരങ്ങളിലും അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പെരുമാറ്റമാണ് ഇവിടെയും ഉണ്ടായത്. വളരെ മനുഷ്യത്വപരമായിട്ട് അദ്ദേഹത്തിനോട് പെരുമാറാമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനി അത് അദ്ദേഹത്തിൻ്റെ പദവിയിൽ പെടുന്നതല്ല എങ്കിൽ പോലും അദ്ദേഹം ആ ഒരു നിവേദനം ഒരു മര്യാദയുടെ പേരിൽ സ്വീകരിക്കണമായിരുന്നു എന്ന് അത് പറയുന്ന ഒരു അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഒരു ഓഫീസിലേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത് സ്വീകരിച്ചിട്ട് പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് മറ്റേ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരു നടപടി ഉണ്ടാകണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ ഉള്ളത്. പക്ഷേ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിനോട് മര്യാദ വിട്ടൊന്നും അദ്ദേഹം പെരുമാറിയിട്ടില്ല. കടക്ക് പുറത്തൊന്നോ അങ്ങോട്ട് മാറുന്നില്ലെന്നോ പറഞ്ഞിട്ടില്ല. എൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അതിൽ എന്താണ് അവര് തമ്മിലുള്ള സംസാര ശകലം എന്താന്നുള്ളത് നമുക്കറിയില്ല. അത് മാത്രമല്ല, അദ്ദേഹം അത് വീട് വെച്ച് കൊടുക്കേണ്ട ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അതാണ് ആവശ്യം, അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് തിരികെ നൽകിയത്. ഇവിടെ പ്രാഥമികമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു MP എന്ന നിലയ്ക്ക് ഒരാളിന് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരാളിന് വീട് വെച്ച് കൊടുക്കാനായിട്ട് കഴിയുമോ ഇല്ലേ എന്നുള്ളതാണ് ഒരു MPക്ക്. അങ്ങനെ ഒരു MPക്ക് കഴിയില്ല, അതായത് ഒരാൾക്ക് വെച്ച് കൊടുക്കാനായിട്ട് MPക്ക് കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു MPക്ക് ഒരാളിന് മാത്രമായിട്ട് വീട് വെച്ച് കൊടുക്കാൻ കഴിയില്ല. MPക്ക് ഫണ്ട്സ് ഉണ്ട്, അറിയാമല്ലോ. ആ ഫണ്ട് വെച്ചിട്ട് പോലും വ്യക്തിപരമായിട്ടുള്ള ഒരാളിൻ്റെ മാത്രമായിട്ടുള്ള വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെതാണെങ്കിലും സംസ്ഥാനത്തിൻ്റെതാണെങ്കിലും ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം തന്നെ ഒന്നിച്ച് ഏകോപിപ്പിച്ച് നടത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏതൊരു നിവേദനവും ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിന്. കാരണം ലൈഫ് മിഷൻ ആണ് നിലവിൽ ഇങ്ങനെയുള്ള വീടുകളെല്ലാം തന്നെ വെച്ചു കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേര്. അങ്ങനെ ലൈഫ് മിഷനിൽ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്. ഒപ്പം കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതികളുടെ കോൺട്രിബ്യൂഷനും സംസ്ഥാനത്തിനാണ് ചിലവാക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു MP യുടെ പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിക്കാണ് ആ ഒരു നിവേദനം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം ആ പരാതി സ്വീകരിക്കാതിരുന്നിട്ട്
അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് സ്വീകരിക്കാതിരുന്നത്, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസിലേക്കാണ് അത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വീകരിക്കാതിരുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു എം പിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസ് സിസ്റ്റം പോലെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമല്ല. അതായത് അധികാര പരിധിയിൽപ്പെടുന്ന അല്ലാത്ത കാര്യങ്ങളുടെയും നിവേദനം സ്വീകരിച്ചിട്ട് അത് മറ്റുള്ള ഏജൻസികളിലേക്ക് ഒക്കെ ഈ ഫോർവേഡ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സംവിധാനമായിട്ട് ഒരു എം പിയുടെ ഓഫീസിന് പ്രവർത്തിക്കാൻ കഴിയില്ല. മറിച്ച് ഒരു എം പിയുടെ അധികാരപരിധി എന്താണോ, എന്തൊക്കെ കാര്യങ്ങളിലാണോ ഉള്ളത്, അതിൽ മാത്രമേ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയൂ. എന്തൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും, എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഒരു എം പിയുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ടത്. ഇപ്പം എന്ന് വെച്ചാൽ തൻ്റെ അധികാര പരിധിയിൽ പെടുന്നതല്ലാത്തൊരു കാര്യം തൻ്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാതിരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ഒരു എം പിക്കോ എം എൽ എക്കോ ഉണ്ട്. ഒരു ജനപ്രതിനിധിക്ക് അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി പോപ്പുലറായിട്ട് പറയുന്ന ഒരു അഭിപ്രായമാണ്, തൻ്റെ അധികാര പരിധിയിൽ പെടുന്നതല്ല എങ്കിലും തനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിലും സുരേഷ് ഗോപി ആ ഒരു നിവേദനം വാങ്ങണമായിരുന്നു എന്ന് പറയുന്നൊരഭിപ്രായം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യാമായിരുന്നു അല്ലേ? അതായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു നിവേദനം അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്നു, അതപ്പോൾ അത് തൻ്റെ അധികാര പരിധിയിലുള്ള വിഷയമല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടും, തനിക്ക് തീർപ്പാക്കാൻ കഴിയുന്ന വിഷയമല്ല അത് എന്ന് മനസ്സിലാക്കിയിട്ടും അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ സൗമ്യമായിട്ട് അത് സ്വീകരിച്ച് കയ്യിൽ വയ്ക്കാമായിരുന്നു. ചിരിച്ചുകൊണ്ട് വേണമെങ്കിൽ വാക്കാൽ ഒരു അഷുറൻസ് ഒക്കെ കൊടുക്കാമായിരുന്നു, ഞാനത് നോക്കാം കേട്ടോ എന്നൊക്കെ. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ? ഒരു കാര്യമില്ലല്ലോ. നമ്മൾ പരിചിതമായിട്ടുള്ള ഒരു ശൈലി അതാണല്ലോ രാഷ്ട്രീയക്കാരുടെ. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള എം പി തൻ്റെ നിവേദനം സ്വീകരിച്ചു, അതിലൊരു തീർപ്പുണ്ടാകും. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയാണല്ലോ, വ്യക്തിപരമായി പോലും ആൾക്കാരെ സഹായിക്കുന്ന ആളാണല്ലോ. അപ്പോൾ തന്നെ പറ്റിക്കില്ല, അതുകൊണ്ട് തനിക്കൊരു വീട് നിർമ്മാണം എന്നുള്ളൊരു സ്വപ്നം സാധ്യമാകാൻ പോവുകയാണ്, സാക്ഷാത്കരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച പാവം മനുഷ്യൻ തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അത് വീട് വച്ച് നൽകിയോ ഇല്ല എന്നുള്ളത് ജനം അറിയില്ല, ഈ വീഡിയോ മാത്രമേ ജനം കാണുള്ളൂ. അപ്പോൾ സുരേഷ് ഗോപിക്ക് കൈയടിയും കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഒരു പെറ്റീഷൻ വാങ്ങി കൈ വെച്ചിട്ട് ഒരു ആക്ഷനും എടുക്കാതിരിക്കാൻ കഴിയുന്നത് ഒരു എന്താ പറയുക, അങ്ങേയറ്റത്തെ അധാർമികതയാണ്, രാഷ്ട്രീയ അധാർമികതയാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അങ്ങനെ പറയാതിരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി അടക്കം മറ്റെല്ലാ ജനപ്രതിനിധികൾക്കും നിരവധി നിവേദനങ്ങളാണ് ഓരോ ദിവസവും ലഭിക്കുന്നത്. അതിൽ എത്ര എണ്ണത്തിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജനപ്രതിനിധികൾ, അതായത് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഇനി അതിലെ നിയമസഭാ സാമാജികരാണെങ്കിലും ലോക്സഭാ സാമാജികരാണെങ്കിലും ഒക്കെ പലർക്കും ഇത്തരത്തിലുള്ള നിവേദനങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സിങ് സിസ്റ്റം ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമ്മളിത് കൊടുത്തിട്ട് പോകുന്നു, അവരത് വാങ്ങി വയ്ക്കുന്നു. പക്ഷെ അതിൽ പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായി കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളൊരു നൈസ് എം പി ആകുന്നതിന് വേണ്ടി ഇത് സ്വീകരിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും പൊള്ളയായിട്ടുള്ളൊരു വാഗ്ദാനമായിട്ട് മാറും എന്നുള്ളതാണ് വസ്തുത. അത് ജനങ്ങളെ പറ്റിക്കുന്നതായിട്ട് മാറും. അതിന് വലിയ സോഷ്യൽ അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ആ എം പി വളരെ സൗമനസ്സോടുകൂടി സ്വീകരിച്ചിട്ട് പോയല്ലോ എന്നൊക്കെ ആയിരിക്കും ആൾക്കാരും കരുതുന്നത്, കണ്ടു നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങളൊരു സാമനസ്യത്തോടു കൂടി അങ്ങനെ ഒരു കാപട്യം കാണിക്കുന്നതാണോ നല്ലത്, അതോ ഇതെൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് ഒരാളിനെ പറഞ്ഞു വിടുന്നതാണോ, തിരിച്ച് റീഡയറക്റ്റ് ചെയ്ത് വിടുന്നതാണോ നല്ലത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇത് നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഉദ്ദേശം തന്നെ ആൾക്കാർക്ക് ഈ ഒരു ത്തിലേക്കുള്ള ആക്സസ് വളരെ സുതാര്യമാക്കുക എന്നുള്ളതാണ്. പല രീതിയിൽ ഇതിനെ വികേന്ദ്രിച്ച് വെച്ചിരിക്കുന്നത് അതിനാണ്. അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ജനപ്രതിനിധി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അധികാര വികേന്ദ്രീകരണ സംവിധാനത്തിനെ തന്നെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു നൈസ് എം പി നിലപാട്. അതായത് സുരേഷ് ഗോപിയുടെ വകുപ്പ് എന്താണ്? ടൂറിസമാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. പെട്രോളിയം ടൂറിസം മന്ത്രിയാണ്, അല്ലേ, സഹമന്ത്രിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്. ഒരു നൈസ് എം പി നിലപാട് സുരേഷ് ഗോപി എല്ലാം എപ്പോഴും സ്വീകരിക്കണമെന്ന് പറയുന്നത് സത്യത്തിൽ ഇത്തിരി കടന്ന കൈയാണ്. ഇനി അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇതിനു മുമ്പ് ആരോടല്ല ഈ പരാതി പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. നിശ്ചയമായും അവിടുത്തെ വാർഡിലെ ആൾക്കാരോട് പറയാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തുള്ള ഭരണ വാർഡിലെ ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല, പിന്നെ അവരുടെ വാർഡ് മെമ്പർമാരെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ പ്രാപ്തം ആയിരിക്കണമല്ലോ. സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരിക്കണം, അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടിട്ടുണ്ടായിരിക്കണം. ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളിൽ ചേർത്ത് അദ്ദേഹത്തിന് വീട് കെട്ടുക എന്നുള്ളത് പ്രധാനമെങ്കിൽ അതിന് അവിടെയുള്ള പാർട്ടിക്കാർക്ക് കൂടി ശ്രമിക്കാവുന്നതാണ്. പിന്നെ അങ്ങനെ ഒരു ശ്രമം അവിടെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ആ കാര്യത്തിനെക്കുറിച്ച് പാർട്ടി വീട് വെച്ച് കൊടുക്കുമെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്?
അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഇതിനെ ഉൾപ്പെടുത്താത്തത്? അതും ഒരു ചോദ്യമാണ്. എന്തായാലും ഇത് ആദ്യമായിട്ടാവില്ല അദ്ദേഹം ഒരു ജനപ്രതിനിധി സമീപിക്കുന്നത് എന്നുള്ള സാമാന്യമായിട്ടുള്ളൊരു ഊഹം നമുക്ക് ഊഹിക്കാം. ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൺസേൺ കേൾക്കാനായിട്ട് നേരത്തെ ഇവിടെ ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി ഒരാളിൻ്റെ നിവേദനം നിരസിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം എന്തോ മോശമായിട്ടുള്ള ഒരാളാണ്, മറിച്ച് ഞങ്ങളാണ് ഇവിടെ സാധാരണക്കാരനൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാനായിട്ടുള്ള CPM-ന്റെ നേതാക്കൾ അതെ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ല, സുരേഷ് ഗോപി ഒടുവിൽ പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയമാണ് ഉന്നമെങ്കിലും ഞാനിത് റിജക്റ്റ് ചെയ്തതുകൊണ്ട് ഒരാൾക്ക് വീട് കിട്ടിയല്ലോ എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അതെ, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ പരാതിക്കാരനായിട്ട് വന്നിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ പോലെ ഇവിടുത്തെ വീടിൻ്റെ റെനോവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീടില്ലാത്തത് കൊണ്ടോ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് എത്രയോ ആൾക്കാർ കേരളത്തിലുണ്ടാകും. അവരുടെ ഉള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം തന്നെ ഏറ്റെടുക്കുന്നതിന് അവർക്കെല്ലാം തന്നെ വീട് വെച്ച് കൊടുക്കുന്നതിന് സുരേഷ് ഗോപി ഇടപെടാതെ തന്നെ CPM-ന് അത് സാധിക്കണം. അതാണ് CPM എന്നൊരു പാർട്ടി അവിടെ ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി മോശക്കാരനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി തങ്ങൾ ഭയങ്കര വിശാല ഹൃദയമാണ് അത്തരത്തിൽ കാണിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അടവ് നയങ്ങൾ കാണിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അല്ല, ഈ CPM കാണിക്കുന്നത് അഭിനന്ദനമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിങ്ങനെ അതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യേണ്ടതാണ്. പിന്നെ സുരേഷ് ഗോപി ഇപ്പോൾ ചൂരൽമലയിലോട്ട് പോയിട്ട് അവിടെ ഉള്ളവർ സുരേഷ് ഗോപിയുടെ ഇതുപോലെ തങ്ങൾക്ക് വീട് വെച്ച് നൽകണമെന്ന് ആവശ്യപ്പെടുകയും സുരേഷ് ഗോപി അവിടെ അത് നിരസിക്കുകയും ചെയ്താൽ തന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPM-ലെ സഹാക്കന്മാരെല്ലാം കൂടെ ചൂരൽമലയിലുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുമോ? ഫണ്ട് കിട്ടിയിട്ട് വെച്ചു അത് അങ്ങനെ ഒരു അതൊരു പണിയായിപ്പോ അങ്ങനെ സംഭവിച്ചാൽ. അപ്പോൾ എന്തായാലും കേന്ദ്രമന്ത്രിയല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ കേന്ദ്രമന്ത്രിയാണ്, പക്ഷേ അദ്ദേഹം ഭവന നിർമ്മാണ പദ്ധതികളുടെ മന്ത്രിയല്ല. അതാദ്യം മനസ്സിലാക്കണം. പെട്രോളിയത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ആ വിഷയത്തിൽ എടുക്കാൻ കഴിയില്ല. വേറൊരു കാര്യം കൂടി, അദ്ദേഹം വ്യക്തിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്നതിന് പ്രശ്നങ്ങളില്ല. സമയം അദ്ദേഹം ഒരു MP ആണ്, അതേസമയം ഒരു കേന്ദ്രമന്ത്രിയും കൂടിയാണ്. അപ്പൊ ആ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ധനം ഉപയോഗിച്ച് അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അത് നമുക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിന് മാത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി അത് ചെയ്തില്ല, ഇതിൽ എനിക്ക് പൈസ ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ. അദ്ദേഹത്തിന്റെ പൈസ അദ്ദേഹം പിരിച്ചെടുത്ത് ഇതുവരെ ആർക്കും വീട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്തിട്ടാണ് എല്ലാവരെയും സഹായിച്ചിട്ടുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് വീട് വച്ച് നൽകിയില്ല എന്ന് പറഞ്ഞ് പരാതി നൽകാനും പറ്റില്ല. വ്യക്തിപരമായി അങ്ങനെ സഹായിച്ചില്ല എന്നുള്ളത് അതൊരു മോശം കാര്യമാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും CPM ഇത്തരത്തിൽ കാണിക്കുന്ന ഈ അടവ് നയങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്കുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ, അതായത് ഇത് ചെയ്തത് എന്തിനാണ്? BJP തൃശ്ശൂർ പിടിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം സുരേഷ് ഗോപിയുടെ ഇമേജ് ഭംഗം വരുത്തിയാലേ അതിന് ആ ഒരു സീറ്റിനെ ഇല്ലാതാക്കുക, അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. CPM-ന് അത് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള കുറേ അടവ് നയങ്ങൾ. അതിനേക്കാൾ കുറച്ചും കൂടെ കഷ്ടപ്പെട്ട് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിക്ക് ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഉണ്ടാകില്ല. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.